ഇത്തവണ വോട്ട് ചെയ്യാൻ ഞാനും ഉണ്ട്. എൻ്റെ ആദ്യത്തെ വോട്ട് അത് KCക്കുള്ളതാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് KC ആദ്യം കണ്ടേ. ഞങ്ങളുടെ സ്കൂളിന് KC അന്ന് കമ്പ്യൂട്ടർ തന്നായിരുന്നു. ആ കമ്പ്യൂട്ടറിലാണ് ഞാനൊക്കെ പഠിച്ചേ. പിന്നെ SSLCക്കും +2നും നല്ല മാർക്ക് വാങ്ങിയപ്പോൾ KC ഞങ്ങൾക്ക് വലിയൊരു പരിപാടിയിൽ വെച്ച് അവാർഡ് തന്നു. ആ ട്രോഫിയൊക്കെ ഇപ്പോഴും ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ പ്രാവശ്യത്തെ പൊന്തൂവൽ അവാർഡ് ഉൾപ്പെടെ 10,000 പേർക്കാ KC മെറിറ്റ് അവാർഡ് കൊടുത്തേ. ഒന്നാലോചിച്ച കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നമ്മുടെ നാട് എത്ര മാറി. ഞാൻ ജനിക്കും മുമ്പേ തറക്കല്ലിട്ടതാ ആലപ്പുഴ ബൈപ്പാസിന്. നമ്മുടെ KC MP ആയതോടെയാ ബൈപ്പാസിന് ജീവൻ വെച്ചേ. കടമ്പകളെല്ലാം കടന്ന് ഈ പദ്ധതി അദ്ദേഹം അന്തിമ ടെൻഡർ വരെ എത്തിച്ചു. ഇനി കരാർ കൊടുത്ത് പണി തുടങ്ങിയാൽ മതി. സർക്കാർ 252 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമാ ഒരു ദേശീയപാതാ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ പാതി കാശിറക്കുന്നത്. മറ്റു പലയിടത്തും ഉള്ള പോലെ വലിയ ആശുപത്രിയൊന്നും പ്രൈവറ്റായിട്ട് പോലും ഇല്ലാത്ത നാടാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് KCയുടെ ശ്രദ്ധ മുഴുവൻ ആലപ്പുഴ മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും കടപ്പുറം ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും ഒക്കെ നന്നാക്കാനായിരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാൻ കേന്ദ്രത്തിൽ നിന്ന് അന്ന് അദ്ദേഹം 150 കോടി രൂപ അനുവദിപ്പിച്ചു. കരുനാഗപ്പള്ളിയിലെയും കായംകുളത്തെയും ഹരിപ്പാട്ടെയും ചേർത്തലയിലെയും താലൂക്ക് ആശുപത്രികൾക്കും ഇഷ്ടം പോലെ കേന്ദ്ര ഫണ്ട് കിട്ടി. 100-300 കോടി രൂപയുടെ വികസന പരിപാടികളാണ് ലോക്സഭാ മണ്ഡലത്തിലെ ആരോഗ്യരംഗത്ത് മാത്രം അദ്ദേഹം കൊണ്ടുവന്നേ. ഈ തീരദേശ റെയിൽപാത തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പ്രശ്നമാണ് ആളില്ലാ ലെവൽ ക്രോസുകളിലെ അപകടങ്ങൾ. ആലപ്പുഴ അരൂരിൽ ആളില്ലാ ലെവൽ ക്രോസിൽ ട്രെയിൻ കാറിലിടിച്ച് ആളില്ലാത്ത ലെവൽ ക്രോസുകളിലുണ്ടായ 30 അപകടങ്ങളിലായി 58 പേർ മരിക്കുകയും 12 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഓച്ചിറ, മാരാരിക്കുളം, പൂപ്പള്ളിക്കാവ്, പുന്നപ്രയ്ക്കടുത്ത് പനച്ചുവട്, അരൂര് എന്നിവിടങ്ങളിലെ ആളില്ലാത്ത ലെവൽ ക്രോസുകളിലാണ് അപകടങ്ങളുണ്ടായത്. ഈ ട്രെയിൻ ദുരന്തം ഉണ്ടായത് 2012 സെപ്റ്റംബർ 23-ാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 5 കുടുംബങ്ങളാണ് അതിനോട് അനാഥമായി പോയിട്ടുള്ളത്. അതിൽ എനിക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ള റെയിൽവേയുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് ആക്സിഡൻ്റ് ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് അവർ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം എന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ള ആളാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന മന്ത്രി. ലെവൽ ക്രോസുകളിൽ പൊലിഞ്ഞുപോയ വേണ്ടപ്പെട്ടവരെ ഓർത്ത് വിലപിക്കുന്നവരുടെ കണ്ണീരിന് ഒരന്ത്യം കൊണ്ടുവന്നത് ഞങ്ങളുടെ KCയാണ്. നമുക്കുണ്ടായ വിഷമം ഇനി വേറൊരാളിനുണ്ടാകരുതും. അത് ഉണ്ടാകത്തക്ക രീതിയിൽ ഈ ആളില്ലാ ലെവൽ ക്രോസിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാത്ത രീതിയിൽ ആലപ്പുഴ നിയോജകമണ്ഡലം സുരക്ഷിതമാക്കിയിട്ടുണ്ട് KC വേണുഗോപാൽ എന്ന് പറയുന്ന മന്ത്രി. അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള 118 ലെവൽ ക്രോസുകളിലും 5 കൊല്ലത്തിനകം ഗേറ്റും ഗേറ്റ് കീപ്പറും സ്ഥാപിക്കുമെന്ന് അന്ന് KC പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ആഞ്ഞിലിപ്പാലത്തെ ലെവൽ ക്രോസ് പണിയാൻ സ്ഥലമേറ്റെടുപ്പ് ഒരു പ്രശ്നമായി. 100% ഗേറ്റും ഗേറ്റ് കീപ്പറും സ്ഥാപിച്ച ആദ്യ മണ്ഡലമെന്ന പദവി നേടാൻ ആലപ്പുഴയ്ക്ക് മുമ്പിലെ ഏക തടസ്സമായി ആഞ്ഞിലിപ്പാലം മാറിയപ്പോൾ KC സ്വന്തം ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച കാശിന് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് സ്ഥലം വാങ്ങി റെയിൽവേക്ക് കൊടുത്തു. MP ഫണ്ട് ഉപയോഗിച്ച് റെയിൽവേ ഗേറ്റും സ്ഥാപിച്ചു. 27 ട്രെയിനുകൾക്ക് ഈ മണ്ഡലത്തിൽ പുതുതായി സ്റ്റോപ്പ് കിട്ടി. 6 പുതിയ തീവണ്ടികൾ സർവീസും തുടങ്ങി. ഇതൊക്കെ ഞങ്ങളുടെ ആലപ്പുഴയിലെ സർവകാല റെക്കോർഡാണ്. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് 6ാം സെമസ്റ്ററിലാണ് പഠിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഏതെങ്കിലും പേരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBAക്ക് ചേരണമെന്ന ആഗ്രഹം. മുംബൈയിലോ ഡൽഹിയിലോ ഒക്കെ പോയി പഠിക്കണേൽ വരുന്ന ചെലവ് ആലോചിക്കുമ്പോൾ വീട്ടിൽ പറയാനേ തോന്നുന്നില്ല. അതൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പത്രത്തിൽ വായിച്ചേ രാജ്യത്ത് ഏറ്റവും പ്രശസ്തമായ നാഷണൽ പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ചേർത്തല പള്ളിപ്പുറത്ത് വരുന്ന കാര്യം. ആദ്യം വിശ്വാസം വന്നില്ല. മറ്റ് 9 കേന്ദ്രങ്ങളും വൻ നഗരങ്ങളിൽ മാത്രമുള്ള NPTIയുടെ 10ാമത്തെ കേന്ദ്രം നമ്മുടെ പള്ളിപ്പുറം പോലുള്ള സ്ഥലത്ത് തുടങ്ങുമെന്ന്. 1000 വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗും MBAയും ഡിപ്ലോമയും ഒക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിൽ. ഞങ്ങളുടെ KC ഊർജ്ജ സഹമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത തീരുമാനം എൻ്റെ കോളേജിൽ എല്ലാവരും ത്രില്ലടിച്ചിരിക്കുകയാണ്. 58 കോടി രൂപ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം NPTIക്ക് ഇത് സംബന്ധിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ബന്ധുക്കളൊക്കെ കടലിൽ പണിക്ക് പോകുന്നവരാ. സുരക്ഷിതമായൊരു തീരദേശം അത് ഞങ്ങളുടെ വലിയ ആവശ്യമാണ്. KC മുൻകൈയെടുത്ത് കടൽ ഭിത്തിയും പുലിമുട്ടുമൊക്കെ സ്ഥാപിക്കാനുള്ള നിരവധി പദ്ധതികൾ തുടങ്ങി. 50 കോടിയുടെ കേന്ദ്ര ഫണ്ടിൽ അർത്തുങ്കലിൽ ഫിഷിംഗ് ഹാർബർ,
കായംകുളത്തും തോട്ടപ്പള്ളിയിലുമുള്ള ഫിഷിംഗ് ഹാർബറുകളിലെ ഡ്രഡ്ജിങ്ങിന് കേന്ദ്ര സഹായം. 4 കോടി രൂപയുടെ തീരസംരക്ഷണ പദ്ധതി. പുലിമുട്ട് നിർമ്മാണത്തിന് കേന്ദ്ര ഏജൻസിയായ നബാർഡിൽ നിന്ന് 53 കോടി. അങ്ങനെ എന്തെല്ലാം. കടലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷാഭീതി ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ പുതിയ നിരീക്ഷണ സംവിധാനം സ്ഥാപിച്ചു. തോട്ടപ്പള്ളിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരദേശ പോലീസ് സ്റ്റേഷൻ. ആലപ്പാട്ട് ഫിഷറീസ് സ്കൂളിൽ സുനാമിയിൽ തകർന്ന സ്കൂൾ കെട്ടിടത്തിന് പകരം കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള RECയെ കൊണ്ട് 75 ലക്ഷം രൂപയ്ക്ക് പുതിയ സ്കൂൾ കെട്ടിടം. ഏറ്റവും ഒടുവിൽ KCയെ പോലുള്ളവർ ചെലുത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി മത്സ്യബന്ധനാവശ്യത്തിനുള്ള മണ്ണെണ്ണയ്ക്ക് സബ്സിഡി വരെ കിട്ടി. അങ്ങനെ പറയുവാണേൽ ഒരുപാടുണ്ട്. അദ്ദേഹം തുടങ്ങിവെച്ച പദ്ധതികൾക്കൊക്കെ ഒരു തുടർച്ച വേണ്ടേ? അതാ ഞാൻ പറഞ്ഞ എൻ്റെ ആദ്യത്തോട്ട് KCക്കുള്ളതാണെന്ന്. ആദ്യത്തോട്ട് എപ്പോഴും മീനിങ് ഫുൾ ആവണമല്ലോ.